ഗോഡൌണിനുള്ളിൽ നിശബ്ദത പടർന്നു. രാഘവ് ആ മനുഷ്യനെ തന്നെ നോക്കി നിന്നു. ഗോപാലന്റെ മുഖം വിളറി വെളുത്തിരുന്നു. മായ ഒന്നും മനസ്സിലാകാതെ രണ്ടുപേരെയും നോക്കി. ആ മനുഷ്യൻ ചെറുതായി പുഞ്ചിരിച്ചു. രാഘവ്, ഇത്രയും വർഷങ്ങൾക്ക് ശേഷം നിന്നെ കാണുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല. രാഘവ് കോപത്തോടെ മുന്നോട്ട് നടന്നു. നിങ്ങൾ ആരാണ്? എൻ്റെ അച്ഛനെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ആ മനുഷ്യൻ ആഴത്തിൽ ശ്വാസം വലിച്ചു. നിന്റെ അച്ഛൻ എൻ്റെ അടുത്ത സുഹൃത്തായിരുന്നു. ആ വാക്കുകൾ കേട്ടത് രാഘവ് ഞെട്ടി. മായ ഗോപാലനെ നോക്കി. ഗോപാലൻ തല താഴ്ത്തി നിന്നു. ആ മനുഷ്യൻ വീണ്ടും സംസാരിച്ചു. ഞങ്ങൾ 3 പേരായിരുന്നു. ഒരുമിച്ച് ഒരു ബിസിനസ് തുടങ്ങി. ഒരുമിച്ച് സ്വപ്നങ്ങൾ കണ്ടു. പക്ഷേ ഒരു രാത്രി എല്ലാം മാറിമറിഞ്ഞു. രാഘവ് ആകാംക്ഷയോട് ചോദിച്ചു, അച്ഛൻ എന്താണ് സംഭവിച്ചത്? ആ മനുഷ്യൻ മറുപടി പറയാൻ തുടങ്ങിയതും പുറത്ത് ടയറുകളുടെ ശബ്ദം കേട്ടു. ഗോഡൌണിന് മുന്നിൽ 3 കറുത്ത SUVകൾ വന്നു നിന്നു. ഗോപാലൻ ഭയന്ന് വിറച്ചു. അവർ നമ്മളെ കണ്ടെത്തി. രാഘവ് വാതിലിലേക്ക് നോക്കി. വാഹനങ്ങളുടെ വാതിലുകൾ ഓരോന്നായി തുറന്നു. അതിൽ നിന്ന് നിരവധി ഗുണ്ടകൾ പുറത്തിറങ്ങി. അവരുടെ മുഖത്ത് കോപം മാത്രമായിരുന്നു. ആ മനുഷ്യൻ പതുക്കെ പറഞ്ഞു, രാഘവ്, ഇനി ശ്രദ്ധിച്ചു കേൾക്കൂ. ഇന്നാണ് നിന്റെ ജീവിതം മാറാൻ പോകുന്നത്. ഗുണ്ടകൾ ഗോഡൌണിന്റെ അകത്തേക്ക് ഓടി വരാൻ തുടങ്ങി. രാഘവ് കൈ മുറുക്കെ പിടിച്ചു. അവന്റെ മുഖത്ത് ഭയമില്ല, പോരാടാനുള്ള ധൈര്യമായി. 6 ഗുണ്ടകൾ അകത്തേക്ക് കയറി. രാഘവും മായയും പിന്നോട്ട് മാറി. ഗോപാലൻ ഭയത്തോടെ വിറച്ചു. ആ ദുരൂഹ മനുഷ്യൻ രാഘവനെ നോക്കി. സമയം ഇല്ല, ആദ്യം ഇവിടെ നിന്ന് രക്ഷപ്പെടണം. അപ്പോഴേക്ക് ഒരു ഗുണ്ട രാഘവന്റെ നേരെ ഓടിയെത്തി. അവൻ ഇരുമ്പ് റോഡ് ഉയർത്തി. രാഘവ് വേഗത്തിൽ ഒഴിഞ്ഞു മാറി. ഇരുമ്പ് റോഡ് ചുമരിൽ ശക്തിയായി ഇടിച്ചു. വലിയ ശബ്ദം മുഴങ്ങി. രണ്ടാമത്തെ ഗുണ്ട രാഘവിന്റെ കോളറിൽ പിടിച്ചു. രാഘവ് അവന്റെ കൈ തട്ടിമാറ്റി ശക്തമായി തള്ളിയിട്ടു. മായ ഭയന്ന് പിന്നോട്ട് നിന്നു. അപ്പോഴാണ് ഒരു ഗുണ്ട മായയുടെ നേരെ ഓടിയത്. രാഘവ് ഉടൻ അവളുടെ മുന്നിൽ കയറി നിന്നു. മായ, പിന്നോട്ട് മാറൂ. ഗോപാലൻ മായയെ പിടിച്ച് ഒരു മരപ്പെട്ടിയുടെ പിന്നിലേക്ക് മാറ്റി. ഗോഡൌൺ മുഴുവൻ ബഹളമായി. ആ ദുരൂഹ മനുഷ്യൻ ചുറ്റും നോക്കി. പിന്നെ ഒരു പഴയ യന്ത്രത്തിന്റെ അരികിലേക്ക് ഓടി. അവൻ ഒരു ഇരുമ്പ് ലിവർ വലിച്ചു. പെട്ടെന്ന് തറ പതുക്കെ തുറക്കാൻ തുടങ്ങി. അതിനടിയിൽ ഒരു രഹസ്യ തുരങ്കം. രാഘവ് അമ്പരന്നു. ഇത്... ആ മനുഷ്യൻ ഉച്ചത്തിൽ വിളിച്ചു. വേഗം എല്ലാവരും ഇങ്ങോട്ട് വരൂ. രാഘവും മായയും ഗോപാലനും തുരങ്കത്തിലേക്ക് ഓടി. ഗുണ്ടകൾ അവരുടെ പിന്നാലെ പാഞ്ഞെത്തി. അവസാന നിമിഷം ആ ദുരൂഹ മനുഷ്യൻ ലിവർ വീണ്ടും വലിച്ചു. തറ അടഞ്ഞു. ഗുണ്ടകൾ കോപത്തോടെ അലറി. തുരങ്കത്തിനുള്ളിൽ നിശബ്ദത മാത്രം. രാഘവ് ശ്വാസം വലിച്ചു. മായ ഇപ്പോഴും ഭയന്നിരുന്നു. ഗോപാലൻ ചുമരിൽ ചാരി നിന്നു. ആ ദുരൂഹ മനുഷ്യൻ രാഘവിനെ നോക്കി. ഇനി ഒന്നും ഒളിക്കില്ല. നിന്റെ അച്ഛനെ കൊന്നത് ഒരാൾ മാത്രമല്ല, അതിന് പിന്നിൽ ഒരു വലിയ സംഘടന ഉണ്ട്. രാഘവ് ഞെട്ടി. ആരാണവർ? ആ മനുഷ്യൻ പതുക്കെ മുന്നോട്ട് നടന്നു. തുരങ്കത്തിന്റെ അവസാനത്ത് ഒരു വലിയ ഇരുമ്പുവാതിൽ. അവൻ അത് തുറന്നു. അതിനുള്ളിൽ വർഷങ്ങളായി ഒളിപ്പിച്ചു വെച്ച രഹസ്യരേഖകളും പഴയ ഫോട്ടോകളും ഫയലുകളും. രാഘവ് അമ്പരന്ന് നിന്നു. അവന്റെ ജീവിതം മാറ്റിമറിക്കുന്ന സത്യം അവന്റെ മുന്നിലായിരുന്നു. രാഘവ് ചുറ്റും നോക്കി. ചുവരുകൾ നിറയെ പഴയ ഫയലുകൾ, പൊടി പിടിച്ച അലമാറകൾ, മേശപ്പുറത്ത് കിടക്കുന്ന പഴയ രേഖകൾ. മായ അത്ഭുതത്തോടെ പറഞ്ഞു, ഇതെല്ലാം ആരാണ് ഇവിടെ ഒളിപ്പിച്ചത്? ആ ദുരൂഹ മനുഷ്യൻ പതുക്കെ മുന്നോട്ട് നടന്നു. ഇരുമ്പ് അലമാറ തുറന്നു. അതിനുള്ളിൽ ചുവന്ന നിറമുള്ള ഒരു ഫയൽ. അത് രാഘവിന്റെ കയ്യിൽ കൊടുത്തു. ഇതാണ് നിന്റെ അച്ഛൻ്റെ അവസാന രഹസ്യം. രാഘവ് വിറയ്ക്കുന്ന കൈകളോടെ ഫയൽ തുറന്നു. അതിനുള്ളിൽ പഴയ ഫോട്ടോകൾ, ബാങ്ക് രേഖകൾ, ഭൂമിയുടെ രജിസ്ട്രേഷൻ, ചില കയ്യെഴുത്തു കത്തുകൾ. ഒരു ഫോട്ടോ കണ്ടതും രാഘവ് ഞെട്ടി. അതിൽ അവൻ്റെ അച്ഛനും ഗോപാലനും ആ ദുരൂഹ മനുഷ്യനും ഒരുമിച്ച് നിൽക്കുകയായിരുന്നു. പക്ഷെ പിന്നിൽ മറ്റൊരാൾ കൂടി ഉണ്ടായിരുന്നു. അവൻ്റെ മുഖം വ്യക്തമായി കാണാനായില്ല. രാഘവ് ഗോപാലനെ നോക്കി. ഇയാൾ ആരാണ്? ഗോപാലൻ മറുപടി പറയുന്നതിന് മുമ്പ് പുറത്ത് വലിയ സ്ഫോടന ശബ്ദം കേട്ടു. ഭൂമി കുലുങ്ങി. മായ ഭയന്ന് രാഘവിൻ്റെ കയ്യിൽ പിടിച്ചു. പൊടി മുറിയിലേക്ക് വീണു. ആ ദുരൂഹ മനുഷ്യൻ പുറത്തേക്ക് നോക്കി. അവർ തുരങ്കം കണ്ടെത്തി. രാഘവ് ഫയൽ മുറുകെ പിടിച്ചു. ഇനി രേഖകൾ അവരുടെ കയ്യിൽ എത്താൻ പാടില്ല. അപ്പോഴേക്ക് രഹസ്യമുറിയുടെ ഇരുമ്പ് വാതിലിൽ ശക്തമായ അടികൾ കേട്ടു. വാതിൽ പതുക്കെ വളയാൻ തുടങ്ങി. ഗോപാലൻ ഭയന്ന് പറഞ്ഞു, അവരകത്ത് കടക്കാൻ പോകുന്നു. രാഘവ് ചുറ്റും നോക്കി. മുറിയുടെ മറ്റൊരു മൂലയിൽ ചെറിയ ഒരു വാതിൽ. ആ ദുരൂഹ മനുഷ്യൻ അത് ചൂണ്ടിക്കാട്ടി. ഇതാണ് നമ്മുടെ അവസാന വഴി.
രാഘവ് മായയെയും ഗോപാലനെയും നോക്കി. വരൂ, ഇനി ഒരിക്കലും പിന്നോട്ട് നോക്കരുത്. അവർ ആ രഹസ്യവാതിലിലേക്ക് ഓടി. അതേസമയം ഇരുമ്പുവാതിൽ തകർന്നു വീണു. ഗുണ്ടകൾ അകത്തേക്ക് കയറി. പക്ഷെ രാഘവും മായയും ഗോപാലനും ആ ദുരൂഹ മനുഷ്യനും അവിടെ ഇല്ലായിരുന്നു. ഗുണ്ടകളുടെ തലവൻ കോപത്തോടെ അലറി, അവരെ എന്ത് വില കൊടുത്തും കണ്ടെത്തണം.